Good morning to all. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാർക്കർ ചെയിൻ്റെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനോട് ബന്ധപ്പെട്ട ഒരു പുതിയ ഡെഫിനേഷനാണിത്. സ്റ്റേഷനറി ഡിസ്ട്രിബ്യൂഷൻ. സ്റ്റേഷനറി ഡിസ്ട്രിബ്യൂഷൻ for a Markov chain. എന്തായാലും നോക്കാം. ലെറ്റ് xn n greater than or equal to 0 a homogeneous Markov chain എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഹോമോജീനിയസ് മാർക്കോവ് ചെയിൻ. വിത്ത് എ ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് P. One step transition probability matrix P. If there exists a probability vector phi such that pi into P is equal to pi, then pi is called stationary distribution. A stationary distribution or steady state distribution. Steady state distribution. അപ്പോൾ നമ്മളടുത്ത് എക്സാമിന് രണ്ട് രീതിയിലാണ് ചോദിക്കുക. അല്ലെങ്കിൽ സ്റ്റേഷനറി ഡിസ്ട്രിബ്യൂഷൻ ഒരു മാർക്കോവ് ചെയിൻ കാണാൻ ചോദിക്കും, അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂഷൻ. രണ്ടായാലും നമ്മൾ ഒരേ കാര്യം തന്നെയാണ് കാണേണ്ടത്. എന്താണ് അത് നോക്കാം. അതിന്റെ മാർക്കോവ് ചെയിന്റെ സ്റ്റേഷനറി ഡിസ്ട്രിബ്യൂഷൻ കാണാൻ വേണ്ടി എന്താ ചെയ്തത്? നമുക്കൊരു വെക്ടർ, ഒരു റോ വെക്ടർ കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ, ആ റോ വെക്ടർ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? പൈ എന്ന് പറയുന്നത് നമ്മളെ ന്യൂമറിക്കൽ കോൺസ്റ്റന്റ് അല്ല, ഇറാഷണൽ നമ്പറായ പൈ അല്ല. ഇതൊരു റോ വെക്ടറിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? പൈ എന്ന് പറയുന്ന ഒരു ടേം ഡിനോട്ട് ചെയ്യുന്നത്. ആ ഒരു റോ വെക്ടർ അല്ലെങ്കിൽ റോ മെട്രിക്സ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ പൈ ഇൻറ്റു പി ഈക്വൽ ടു പൈ. ഓക്കെ, അപ്പൊ നമുക്ക് പൈ എന്ന് പറയുന്ന ആ റോ മെട്രിക്സിലെ എൻട്രീസ് നമുക്ക് സൗകര്യത്തിന് വേണമെങ്കിൽ പൈ നോട്ട് നമ്മൾ സ്റ്റേറ്റസിന്റെ സ്റ്റേറ്റ്സിന് നമ്മൾ 0, 1, 2 എക്സെട്ര എന്നല്ല സാധാരണ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ അത് പ്രകാരം ഈ പൈ എന്ന് പറഞ്ഞ റോ മെട്രിക്സിലെ എൻട്രീസ് പൈ നോട്ട്, പൈ 1, പൈ 2 എന്ന എക്സെട്ര എന്നിങ്ങനെ രീതിയിൽ എടുക്കാം. ഓക്കെ, അപ്പൊ എത്ര സ്റ്റേറ്റ് ഉണ്ടോ അത്ര വരെ ഉള്ളൊരു റോ മെട്രിക്സ് ആണ് പൈ എന്ന് പറയുന്നത്. ഇനി ഈ പൈ നോട്ട്, പൈ 1 എക്സെട്ര എന്ന് പറയുന്നത് അതിന്റെ ആ ടേം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, ഈ പൈ ഇൻറ്റു പി ഈക്വൽ ടു പൈ എന്ന് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയുള്ള പൈ എന്ത് എന്നുള്ളതാണ് നമ്മൾ സ്റ്റേഷനറി ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ നമ്മൾ സാധാരണ ഒരു മെട്രിക്സിന്റെ ഒരു ഐഗൻ വെക്ടർ കമ്പ്യൂട്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന വെക്ടർ അല്ലെങ്കിൽ കോളം എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഐഗൻ വെക്ടർ വിത്ത് കറസ്പോണ്ടിങ് ഐഗൻ വാല്യൂ ലാൻഡ എന്ന് പറയണമെങ്കിൽ ഈ കണ്ടീഷനാണല്ലോ സാറ്റിസ്ഫൈഡ്. എക്സ് ഈക്വൽ ടു ലാൻഡ എക്സ്. നമ്മൾ ഐഗൻ വാല്യൂ ഐഗൻ വെക്ടർ കണ്ടുപിടിക്കുന്ന സമയത്ത് ഏകദേശം ഇതിന്റെ അതേ മോഡലാണ് വരുന്നത്. പക്ഷെ ഇത് എ എന്ന് പറയുന്ന സ്ഥാനത്ത് ഇവിടെ പി ആണ്. ഇവിടെ നമ്മൾ എക്സ് എഴുതുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് അല്ലെ.
അതുപോലെ ഐഗൻ വാല്യൂ ആയിട്ട് ലാൻഡയുടെ സ്ഥാനത്ത് 1 ആണ് വന്നിട്ടില്ല അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇത് റൈറ്റ് സൈഡിൽ വരുന്നതിന് പകരം എക്സ് പൈ ആയിട്ട് ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ പൈ ആണ് വന്നിട്ടുണ്ട്, പൈ ലെഫ്റ്റ് സൈഡിലാണ് വന്നിട്ടുണ്ട്. പൈ പി ഈക്വൽ ടു പൈ എന്ന മോഡൽ അല്ലെ, ഈ മോഡലാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാല് ഒരു ലെഫ്റ്റ് ഐഗൻ വെക്ടർ ഓഫ് പി ആണെന്ന് പറയാം അല്ലെ. ഈ പൈ എന്ന് പറഞ്ഞ സ്റ്റേഷനറി ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് വരുന്ന റോ മെട്രിക്സ് അല്ലെങ്കിൽ റോ വെക്ടർ ഈസ് എ ലെഫ്റ്റ് ഐഗൻ വെക്ടർ ഓഫ് പി വിത്ത് ഐഗൻ വാല്യൂ ആയിട്ട് ഏതാ വരുന്ന 1 അല്ലെ എന്ന് പറയാം വേണമെങ്കിൽ. ഇനി അത് മാത്രല്ല ഈ വെക്ടർ ഒരു അഡീഷണൽ കണ്ടീഷൻ നമുക്കറിയാം. വൺ സ്റ്റെപ്പ് ട്രാൻസിഷൻ മെട്രിക്സിലെ ഓരോ റോയിലെയും സം എന്തായിരിക്കും 1 ആണ്. അത് നമ്മൾ അന്ന് പ്രോപ്പർട്ടി ആയിട്ട് പറഞ്ഞു. അതേപോലെ ഇത് എന്ത് സാറ്റിസ്ഫൈ ചെയ്യും, സിഗ്മ പൈ ഐ ഈ സ്റ്റേഷണറി ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് വരുന്ന റോ മെട്രിക്സിലെ ഓരോ എൻട്രിയും അല്ലെങ്കിൽ അതിന്റെ എല്ലാ സം എടുത്തു കഴിഞ്ഞാൽ 1 ആയിരിക്കും കിട്ടേണ്ടത്. ഓക്കെ, ഇത് പ്രോബബിലിറ്റി വാല്യൂ ആണ്. പൈ നോട്ട് പൈ 1 ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഇതെന്തായിരിക്കും, ഓരോ പൈയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി വെച്ചിട്ട് ഒരു പ്രോബ്ലം നോക്കാം. അപ്പൊ ഒരു എക്സാമിൽ ക്വസ്റ്റ്യൻ നമ്മൾ അല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഒരു മാർക്കോ ചെയിൻ അതിന്റെ ഒരു ട്രാൻസിഷൻ മെട്രിക്സ് തന്നിട്ട് അതിന്റെ സ്റ്റേഷനറി ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നമ്മൾ അതിന്റെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പൈ കമ്പ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. കൺസിഡർ a Markov chain with two states 0 and 1 with transition probability matrix P is equal to 0, 1, 1/2, 1/2. Question: find steady state distribution of the chain. Steady state distribution of the chain. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രോബ്ലം എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. നമ്മൾ പറഞ്ഞിരുന്ന കണ്ടീഷൻ അതായത് പൈ ഇൻറ്റു പി ഈക്വൽ ടു പൈ ഇൻറ്റു പി ഈസ് ഈക്വൽ ടു പൈ. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് സ്റ്റേറ്റ് അല്ലേ ഉള്ളത്. അപ്പൊ നമുക്ക് പൈ എങ്ങനെ എടുക്കാം, ലെറ്റ് പൈ ഈസ് ഈക്വൽ ടു റോ മെട്രിക്സ് പൈ നോട്ട് ആൻഡ് പൈ 1 രണ്ട് എൻട്രി മാത്രമുള്ള ഒരു റോ മെട്രിക്സ് ആയിട്ട് എടുക്കാം. അപ്പൊ 3 സ്റ്റേറ്റ് ആണെങ്കിൽ പൈ നോട്ട് പൈ 1 പൈ 2, അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റിന്റെ ഓർഡർ 1, 2, 3 ആണെങ്കിൽ പൈ 1 പൈ 2 പൈ 3 എങ്ങനെയായാലും കുഴപ്പമില്ല. നമുക്ക് ഇവിടെ രണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് ഏത് ഓർഡറിൽ വേണമെങ്കിൽ എടുക്കാം. നമ്മൾ പൈ നോട്ട് പൈ 1 എന്നുള്ള രീതിയിലെടുത്ത് ഇനി നമുക്ക് ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ പൈ ഇൻറ്റു പി ഈക്വൽ ടു പൈ എന്ന് പറയുമ്പോൾ പൈ നോട്ട് പൈ 1 ഇൻറ്റു പി
പി എന്ന് പറഞ്ഞാൽ 0 1 1/2 1/2 ഈക്വൽ ടു വീണ്ടും പൈ എന്ന് പറഞ്ഞാല് π0 π1. ഇതാണ് അവിടെ ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? യെസ്, π0 പ്ലസ് π1/2 സോറി π0 ഇൻറ്റു 0 π0 ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ 0 പ്ലസ് π1 ഇൻറ്റു 1/2 π1/2. ഇനി അടുത്തത് 0. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു എന്ത് മെട്രിക്സ് ആയിട്ടാ നമുക്ക് π0 ഇൻറ്റു 1 അടുത്തത് π0 പ്ലസ് π1 ഇൻറ്റു 1/2 π1/2 ഈക്വൽ ടു π0 π1. അതായത് 0 പ്ലസ് π1/2 π0 പ്ലസ് π1/2 ഈക്വൽ ടു π0 π1. ഇത് നമ്മളൊരു ഇക്വേഷൻ ആയിട്ട് മാറ്റി എഴുതുമ്പോൾ ഇത് രണ്ട് റോ വെക്ടർ ഈക്വൽ ടു എന്നുള്ള രീതിയിലാണല്ലോ അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനെ π1/2 ഈക്വൽ ടു π0, അതേപോലെ π0 പ്ലസ് π1/2 ഈക്വൽ ടു π1. ഇതിപ്പോ ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ നോക്കൂ. രണ്ടാമത്തെ ഇക്വേഷനും π0 ഈസ് ഈക്വൽ ടു ഈ π1/2 അങ്ങോട്ട് കൊണ്ടുപോ π1 മൈനസ് π1/2 π1/2. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷൻ സെയിം തന്നെയാണ് അർത്ഥം അല്ലെ. രണ്ട് ഇക്വേഷനും ഇത് ഫസ്റ്റ് ഇക്വേഷൻ π0 ഈക്വൽ ടു π1/2, രണ്ടാമത്തെ ഇക്വേഷൻ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് π0 ഈക്വൽ ടു π1/2 കിട്ടും. അപ്പൊ നമുക്ക് ഒറ്റ ഇക്വേഷൻ ആണ് കിട്ടുക, π0 ഈക്വൽ ടു π1/2. ഇത് നമുക്ക് ഒരു എക്സ്ട്രാ ഒരു ഇൻഫർമേഷൻ കൂടി ഉണ്ട്. എന്താണ് പൈയിലെ വാല്യൂസ് ആയ പൈ എന്ന് പറയുന്ന റോ മെട്രിക്സിലെ എൻട്രീസിന്റെ സമ്മ് സിഗ്മ പൈ ഈക്വൽ ടു എന്തായിരിക്കും 1 അല്ലെ. ഇവിടെ നമുക്ക് അതുകൊണ്ട് ആ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്താ പറയാം π0 പ്ലസ് π1 ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, അപ്പം ഈ കണ്ടീഷൻ പ്ലസ് ഈ എക്സ്ട്രാ കണ്ടീഷൻ ഇത് രണ്ടും കൂടി ചേർക്കുക. അപ്പൊ ഇതിൽ നമുക്ക് π0ന്റെ അവിടെ 1 മൈനസ് π1 എന്ന് കൊടുക്കുക. 1 മൈനസ് π1. അപ്പോ ഈ ഒരു ഇക്വേഷൻ ഉള്ള ഇക്വേഷൻ 1 ഇതെന്തായിട്ട് മാറും? π0 സ്ഥാനത്ത് 1 മൈനസ് π1 ഈക്വൽ ടു π1/2. ദാറ്റ് ഈസ് 1 ഈസ് ഈക്വൽ ടു π1 പ്ലസ് π1/2. 3 π1/2 equal to 1. That is π1 equal to 2/3. So what will be π0? 1 minus π1. That is equal to 1/3. So നമുക്ക് അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സ്റ്റേഷനറി ഡിസ്ട്രിബ്യൂഷൻ കിട്ടി. ആ പൈ കമ്പ്യൂട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ആ ഒരു എന്താ കിട്ടുക? π0 π1 ആണല്ലോ. അപ്പൊ അതില് π0 എന്ത് കിട്ടി? 1/3. π1 2/3. ദിസ് ഈസ് ദ സ്റ്റഡി സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ഗിവൺ മാർക്കോച്ച്. അപ്പൊ ഇങ്ങനെ നമുക്ക് ചിലപ്പോൾ 3/3 മെട്രിക്സ് ആയിരിക്കും വരിക. അപ്പൊ നമുക്ക് 3/3 ആകുമ്പോൾ ഇതേപോലെ പൈ ഇൻറ്റു പി ഈക്വൽ ടു പൈ എന്ന് പറയുന്ന ഇക്വേഷൻ സോൾവ് അല്ലെങ്കിൽ കണ്ടീഷൻ വെച്ചിട്ട് പൈ കണ്ടുപിടിക്കുക. അതിൽ നമുക്ക് 3 സ്റ്റേറ്റ് ആയിരിക്കും നമുക്ക് അതിലുണ്ടാകുക. ആ പൈ എന്ന് പറയുന്ന മെട്രിക്സിൽ 3 സ്റ്റേറ്റ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിന്റെ 3 π0 പ്ലസ് π1 പ്ലസ് π2 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ എക്സ്ട്രാ കണ്ടീഷൻ കൂടി അതിൽ വരും. അതുകൂടെ ഒക്കെ ചേർത്തിട്ട് നമുക്ക് എന്താ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും? ആ പൈ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ 2/2 ആണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റേഷനറി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുന്നത്. എന്നാ ശരി, ബാക്കി നാളെ അടുത്ത ക്ലാസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.